അഗൈൻസ് നമ്മൾ ഇന്നത്തെ അഷ്റഫ് വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. പിന്നെ ആര് കാണുന്നുണ്ടെന്ന് നമ്മൾ അഷ്റഫ് വീഡിയോയിൽ ലൈക്ക് അടിക്കുക, ചെറിയ സബ്സ്ക്രൈബ് ബോർഡുണ്ട്, പിന്നെ ബെല്ലി ബട്ടണും അമർത്തുക. പക്ഷേ ഞാൻ നമ്മൾ വീഡിയോയിൽ വരാൻ ഇന്ന കാരണമാണ് ദുഃഖമാണ്, നാട്ടിൽ ഫുള്ള് ദുഃഖമാണ്. നമ്മൾ ലോറിയിൽ ബാംഗ്ലൂരിൽ പോന്നപ്പോൾ മണ്ണ് ഇടിച്ചലാണ് അർജുൻ മണ്ണിൻ്റെ അടിയിലുണ്ട്. അർജുന് മണ്ണിൻ്റെ അടിയിലാണ് ഉണ്ടത്. അത് ലോറി പോകുന്നപ്പോൾ മരത്തിൻ്റെ ലോറിയാണ് പോകുന്നത്. അപ്പോൾ അവിടെ തട്ടിക്കട നാളൊന്ന് കിട്ടിയെന്ന് റിപ്പോർട്ട് കിട്ടിയത്. അർജുന് ഇപ്പോൾ മണ്ണിൻ്റെ അടിയിലുണ്ട്. ഒരു മെഷീനിൽ വെച്ച് നോക്കിയതാണ് മണ്ണിൻ്റെ അടിയിലുണ്ടതാണ് സംഭവം. ഇപ്പോൾ മണ്ണിൻ്റെ അടിയിലുണ്ടതാണ് സംഭവം. അർജുനനെ കിട്ടാൻ ഇനി ഏതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പുരയിലും വീട്ടിൽ കോഴിക്കോടാണ് വീട് പറഞ്ഞത്. അർജുൻ്റെ ഭാര്യ പറഞ്ഞ് നിർബന്ധമായി നിർബന്ധമായി അർജുൻ്റെ ഭാര്യ പറഞ്ഞ് ഇങ്ങനെ എനിക്ക് വിശ്വാസമുണ്ട് നമ്മൾ വരാന്ന് അർജുന്. പിന്നെ എല്ലാവരും നാട്ടിലും അമ്മ ചെല്ലത് അതാണ് സംഭവം. അമ്മ പറഞ്ഞ് വരാൻ സാധ്യതയുണ്ട്. അർജുന് വേണ്ടി കുറേ ആളും ശ്രമിക്കുന്നുണ്ട്. അർജുന് ഇതിൻ്റെ ഉള്ളിൽ ഭൂമിൻ്റെ ഉള്ളിലുണ്ടെന്ന് സംശയമുണ്ട്. പക്ഷേ എങ്ങനെയാണ് നമ്മൾ അർജുന് വേണ്ടി എല്ലാവരും കഴിയുന്നുണ്ടെന്ന് ഇത്തരം അർജുന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് ആൾക്കാരെടുക്കാൻ. പക്ഷേ എവിടെ ഉണ്ടോന്നും ഭൂമിൻ്റെ അടുക്കി പോയെന്ന സംശയമാണ് ഇവിടെ ഉണ്ടത്. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ദുഃഖമാണ്. പിന്നെ നമ്മൾ തങ്ങന്മാർ വന്നിനാട് നോക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ അർജുന് വേണ്ടി എല്ലാവർക്കും വേണ്ടി അർജുന് വേണ്ടി നിർബന്ധമായ അർജുനാണ് സംഭവം. പക്ഷേ അർജുന് വേണ്ടി എല്ലാവരും നോക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അർജുനക്ക് വേണ്ടി എല്ലാവരും നോക്കണം ശ്രമിക്കുന്നുണ്ട്. ബാംഗ്ലൂർ ഇപ്പോൾ TV വരുന്നുണ്ട്, ഏഷ്യാനെറ്റ് ന്യൂസിലെല്ലാം വരുന്നുണ്ട്. അർജുൻ്റെ നമ്മൾ നോക്കലുണ്ട് വീഡിയോ. പക്ഷേ എല്ലാവരും സംശയമില്ല, അർജുന് എത്ര പെട്ടെന്ന് കിട്ടാൻ ആഗ്രഹിക്കണം. അർജുൻ്റെ കിടാക്കണം, 2 കിടാക്കും, ഒരാണും ഒരു പെണ്ണും ഭാര്യ ഉണ്ടതോ. ഒരു പെയിൻറ്റിൻ്റെ പണിയിൽ ഈ പോരല്ല വലുതാക്കിയതാണ്. പക്ഷേ അർജുൻ്റെ അച്ഛനൊക്കെ കഴിയാത്തതുകൊണ്ട് ഈ വണ്ടി ഓട്ടാനാണ് ശ്രമിച്ചത്. ആ വണ്ടി ഇങ്ങനെ ആഫത്തിൽ പെട്ടതെന്ന് ആയിരിക്കും അറിയില്ല. പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകുമോ? ജീവൻ്റെ തുടിപ്പ് ആ ട്രക്കിനുള്ളിൽ അവശേഷിക്കുന്നുണ്ടാകുമോ? 9 ദിവസമായി തിരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താൻ കഴിയാതെ അവസാനം പുഴയിൽ അർജുൻ്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു. ഇന്ന് രാത്രിയോടുകൂടി അർജുൻ്റെ ലോറി പുഴയിൽ നിന്നും പുറത്തെടുക്കും. വളരെയേറെ സങ്കടപ്പെടുത്തുന്ന വാർത്ത. കേരളം മുഴുവൻ കരുടൊരുക്കി പ്രാർത്ഥിച്ചു തിരിച്ചു വരാനായി ജീവനോടെ അർജുൻ. ലോറിയുടെ സ്ഥിതിഗതികൾ എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ആ ലോറിക്കുള്ളിൽ ജീവനോടെ അർജുൻ ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത്. ചെറുപ്പം മുതലേ കുടുംബം നോക്കാൻ വേണ്ടി വളയം പിടിച്ചവനാണ് അർജുൻ. ആ വീട്ടിലെ കുടുംബനാഥനാണ് അർജുൻ. 3 വർഷങ്ങൾക്ക് മുമ്പാണ് അർജുൻ വിവാഹിതനായത്. സഹിക്കാനാവാത്ത വാർത്തയിലേക്ക് ഇത് എത്തിച്ചേരുമോ എന്ന ഭയം. ദൈവം വിധിച്ചതേ നടക്കൂ, ദൈവത്തിന് കൂടുതൽ ഇഷ്ടമുള്ളവരെ അവൻ പെട്ടെന്ന് അങ്ങോട്ട് വിളിക്കും എന്നൊരു മൊഴി നമ്മളെല്ലാവരും കേട്ടിട്ടില്ലേ? നല്ലവനായിരുന്നു അർജുൻ, മനഃസാക്ഷിയുള്ളവൻ, കുടുംബസ്നേഹമുള്ളവൻ, സാഹോദര്യം കാത്തുസൂക്ഷിക്കുന്നവൻ. അർജുനെ കുറിച്ച് ചെയ്ത ഓരോ വീഡിയോകളിലും വന്ന കമൻറ്റുകൾ നോക്കുമ്പോൾ തന്നെ കണ്ണു നിറയും. ക്രിസ്ത്യാനിയായാലും ഹിന്ദുവായാലും മുസ്ലിമായാലും മറ്റേത് മതക്കാരനായാലും അവരെല്ലാം എത്രത്തോളമാണ് അർജുൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ആഗ്രഹിച്ചത് എന്നോർക്കുമ്പോൾ വല്ലാത്തൊരു നീറ്റലാണ് കൽവിൽ. നിസ്കാരപ്പായിലാണ് ഞാൻ ഇരിക്കുന്നത്, ഇവിടെ നിന്ന് ഞാൻ അർജുനു വേണ്ടി ദുആ ചെയ്യുന്നു, എനിക്ക് ഉറക്കം തന്നെ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരു മുസ്ലിം യുവതിയുടെ കമൻറ്റ് വല്ലാതെ വേദനപ്പെടുത്തി. അർജുന് പറ്റിയ അപകടം കേരളത്തിലെ ഓരോ ജനങ്ങളെയുമാണ് വേദനിപ്പിച്ചത്. നഷ്ടപ്പെട്ടത് ഞങ്ങളെ ഓരോരുത്തരുടെയും സഹോദരനെയാണ്. വാഹനം പുറത്തെടുക്കുന്ന നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് കേരള ജനത. പോയറിയാം നമ്മുടെ അർജുൻ്റെ അവസ്ഥ എന്താണെന്ന്. എന്താണെങ്കിലും ക്ഷമ നൽകട്ടെ, കുടുംബത്തിന് സഹനവും സമാധാനവും നൽകട്ടെ. ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത വാർത്തയാണിതെന്നും നമുക്കെല്ലാവർക്കും അറിയാം. സ്വന്തമായി ജീവിതത്തിൽ എന്നും ഉണ്ടാവുന്നവൻ എന്ന് കരുതിയവൻ ഒരു നാൾ വിട്ടകന്ന് പോകുമ്പോൾ ആരുടെ കൽവാണ് പിടക്കാതിരിക്കുക? ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള സർവ്വ അനുഗ്രഹങ്ങളും നമ്മുടെ അർജുന്
അവൻ ഏറ്റി നൽകട്ടെ. ഇനി ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ ഒരു സഹോദരനും വരാതിരിക്കട്ടെ. കേരളം കരഞ്ഞു തേങ്ങി പറഞ്ഞ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാവട്ടെ. അർജുൻ്റെ ട്രക്കിനകത്ത് ജീവൻ്റെ ഒരു തുടിപ്പ് ഉണ്ടാവട്ടെ എന്ന് പറയാനല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ലാത്ത ഒരവസ്ഥയാണ് നമ്മളുടേതെല്ലാവരുടേതും.